പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്നത്തെ ഒന്നാം വായനയിൽ കർത്താവ് മനസ്സിലാക്കി തരുന്നത് നാം എത്രമാത്രം ഉന്നതരാണോ അത്രമാത്രം വിനീതരാകുവാനും കർത്താവിൻ്റെ ശക്തി വലുതാണെന്നും തന്നെ ദൈവത്തിൻ്റെ വിജ്ഞാനം കൊണ്ട് നിറയാം. ഇന്നത്തെ രണ്ടാം വായനയിലൂടെ വിശുദ്ധ പൗലോസ് പറയുന്നു, നാം സമീപിച്ചിരിക്കുന്നത് സഭയിലേക്കും യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്കുമാണ്. യേശു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവൻ നൽകി. തൻ്റെ തിരുരക്തവും നമുക്ക് വേണ്ടി ചൊരിഞ്ഞു. ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരാകാം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മെ എളിമപ്പെടുത്തുവാൻ ആവശ്യപ്പെടുന്നു. നാം എളിമപ്പെടുമ്പോൾ തക്ക സമയത്ത് ദൈവം നമ്മെ ഉയർത്തും, നമ്മെ മഹത്വപ്പെടുത്തും. നാം വലിയവരാണെന്ന ഭാവം നടിച്ച് ജീവിക്കുമ്പോൾ നമ്മെ എളിമപ്പെടുത്തുന്ന അവസരങ്ങൾ ഏറെ ഉണ്ടാകാം. തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. നാം വിരുന്നു നൽകുമ്പോൾ നമ്മെ ക്ഷണിക്കുന്നവരെയും നമുക്ക് പ്രതിഫലം നൽകുന്നവരെയും ക്ഷണിക്കുന്ന പ്രവണത മാറ്റി ദരിദ്രരെയും വികലാംഗരെയും മുടന്തരെയും കുരുടരെയും ക്ഷണിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഭാഗ്യമുള്ളവരാകും. കാരണം പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. യേശു അരുൾ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പാവപ്പെട്ടവരെ സന്തോഷിപ്പിച്ച് ജീവിച്ച് സ്വർഗം സ്വന്തമാക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.